നമ്മൾ അക്കൗണ്ടൻസിയിലെ ആദ്യ ചാപ്റ്ററാണ് ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മുടെ പാർട്ട് 1 അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. കഴിഞ്ഞ വർഷം അക്കൗണ്ടൻസിയിൽ നമ്മൾ പലതരം ബിസിനസ് സ്ഥാപനങ്ങളുടെയും പ്രത്യേകിച്ച് ഏകാംഗ വ്യാപാരങ്ങളുടെ അല്ലെങ്കിൽ സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ ഫൈനൽ അക്കൗണ്ടുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇവ എങ്ങനെ തയ്യാറാക്കാം എന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ആ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അത്തരം സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടുകൾ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ പഠിച്ചത്. എന്നാൽ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അതായത് ലാഭം ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഏതെല്ലാം സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ ലാഭം ലക്ഷ്യമാക്കാതെ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ അത്തരത്തിൽ ലാഭേച്ഛയില്ലാതെ, പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെ സർവീസ് ഓറിയന്റഡ് ആയി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് നമ്മളുടെ പരിസരത്ത് കാണാൻ കഴിയും. അത്തരം സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ദാറ്റ് മീൻസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ not engaged in business activities. They are providing services to people without any intention of profit. ഇവിടെ രണ്ട് കാര്യമാണ് എടുത്തു പറയുന്നത്. ഒന്ന്, ഇത്തരം സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയല്ല രൂപീകൃതമാകുന്നത്. രണ്ട്, ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് സർവീസ് ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് സർവീസ് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാതെ സർവീസ് ഓറിയന്റഡ് ആയി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കൂ, ഒരു ലോഗോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. റെഡ് ക്രോസ് എന്നുള്ള ലോഗോ ആണ്. നമുക്ക് കേട്ടിട്ടുള്ള പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് റെഡ് ക്രോസ്. ഈ സ്ഥാപനം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉദാഹരണമാണ്. കാരണം സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് റെഡ് ക്രോസ്. അപ്പോൾ നോക്കൂ, സർവീസ് ഓറിയന്റഡ് ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ലാഭം ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Then, what are the examples of not-for-profit organizations? Here, 4 examples are given. They are clubs, educational institutions, libraries, hospitals. 4 examples ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ക്ലബ്ബുകൾ, മറ്റൊന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലൈബ്രറികൾ, വായനശാലകൾ, ഹോസ്പിറ്റൽസ്, ആശുപത്രികൾ. ക്ലബ്ബുകൾ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ക്ലബ്ബുകളുണ്ട്. അത്തരം ക്ലബ്ബുകൾ, അത് ആർട്സ് ക്ലബ്ബാവാം, സ്പോർട്സ് ക്ലബ്ബാവാം, എന്തും ആവാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ സ്കൂൾ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ലൈബ്രറികളുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പ്രോഫിറ്റ് ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുന്ന, സർവീസ് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇവയൊക്കെ ഏതൊരു ഉദാഹരണവുമാണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഉദാഹരണവുമാണ്. ഇതിൽ ഉപരിയായി കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത്തരം ഉദാഹരണങ്ങൾ കൂടി നമുക്ക് ഈ എക്സാമ്പിളിൽ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ തന്നിട്ടുള്ള 4 എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ക്ലബ്ബുകൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലൈബ്രറി, ഹോസ്പിറ്റൽ, ഇനി വേണമെങ്കിൽ പറയാം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്. യത്തീംഖാന പോലെയുള്ള മറ്റു സ്ഥാപനങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. പിന്നെ നമ്മുടെ ആര്യവൈദ്യശാല, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആര്യവൈദ്യശാലയുടെ ഒരു വിഭാഗം, അതും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം, ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താം. അങ്ങനെ ഒരുപാട് ചാരിറ്റി നടത്തുന്ന, സേവനം നടത്തുന്ന ഒരുപാട് മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവയും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് പേരിൽ അറിയപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള പേരിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തെല്ലാമായിരിക്കും? ഒന്ന്, നമ്മൾ നേരത്തെ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളത് പറഞ്ഞതിൽ നിന്ന് അതിൻ്റെ പ്രത്യേകതകൾ കൂടെ നമ്മൾ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സർവീസ് ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ്. ഒന്നാമത്തേത് സർവീസ് ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. രണ്ടാമത്തേത് ഇത്തരം സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. നോൺ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റീസ് ആണ്. മൂന്നാമത്തേത്, നോ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ഇത്തരം സ്ഥാപനങ്ങൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഒന്നും നടത്തുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് കച്ചവടമൊന്നും നടത്തുന്നില്ല, ഒരു തരത്തിലുള്ള ഇടപാടുകളും ഇങ്ങനത്തെ കച്ചവടമായിട്ടുള്ള ഇടപാടുകളൊന്നും നടത്തുന്നില്ല. മറ്റൊന്ന്, നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഇത്തരം സ്ഥാപനങ്ങൾ കടത്തിന് യാതൊരു സാധനങ്ങളും വിൽക്കുന്നില്ല. അഞ്ചാമത്തേത്, ഇവർ ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നു. എല്ലാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. അടുത്തത്, നമ്മൾ സാധാരണയായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനുകളിലൊക്കെ അവർ കൊണ്ടുവരുന്ന പൈസയെ, ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന പൈസയെ നമ്മൾ വിളിക്കുന്നത് ക്യാപിറ്റൽ എന്നാണ്. ഇവിടെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഫണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ ആ ഫണ്ടുകളൊക്കെ ഏതിന്റെ ഭാഗമാണ്? ക്യാപിറ്റൽ ഫണ്ടിന്റെ ഭാഗമാണ്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ജനറൽ ഫണ്ട്. നെക്സ്റ്റ് ഈസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്, വരുമാന സ്രോതസ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻസ് ആണ്, ഡൊണേഷൻസ് ആണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വരുമാനങ്ങളാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലബ്ബുകളോ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ഥാപനത്തിലേക്ക് വരിസംഖ്യ എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ടി വരും. ഒന്നെങ്കിൽ മാസമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആനുവലി ആയിട്ട് കൊടുക്കേണ്ട സംവിധാനമുണ്ട്. അത്തരം മാസമായിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ മന്ത്ലി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇയർലി കൊടുക്കുന്നതോ ആയിട്ടുള്ള പേയ്മെന്റിനെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓരോ മെമ്പർമാരും കൊടുക്കേണ്ടി വരും. ഡൊണേഷൻ, അത് ആരും ഡൊണേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് പൈസ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൈസ അവരെ സംബന്ധിച്ച് വലിയൊരു വരുമാനമാണ്. അത് ക്യാപിറ്റൽ ഫണ്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്, അവരുടെ പ്രവർത്തനത്തിനുള്ള മൂലധനവുമാണ്. അടുത്തതാണ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഏതെല്ലാമാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് 3 അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉള്ളത്. ഇതിനെ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്നോ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നോ പറയാം. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. സാധാരണ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അതുപോലെ ഇവിടെ 3 ഉള്ളത്. ഒന്ന് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, മറ്റൊന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മൂന്നാമത്തേത് ബാലൻസ് ഷീറ്റാണ്. 1 റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. ഇനി നമുക്ക് ഇത് ഓരോന്നും, എന്താണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതുപോലെ തന്നെ എന്താണ് ബാലൻസ് ഷീറ്റ്, ഇവ 3 എന്താണെന്ന് ഓരോന്നും കൃത്യമായിട്ടെടുത്ത് പരിശോധിച്ച് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. എന്താണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ എല്ലാ റെസീറ്റ്സ്, ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെന്റും കാണിക്കുന്നതിനുള്ള ഒരു അക്കൗണ്ട് ആണ് ഇത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇറ്റ് റെക്കോർഡ് ഓൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് ക്യാഷ്.
then it is similar to a cash book. This receipt and payment account is similar to a cash book. ഇതൊരു ക്യാഷ് ബുക്കിന് സമാനമാണ്. അല്ലെങ്കിൽ ഇത് ഒരു സാധാരണ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ട്രേഡിംഗ് കൺസേണിന്റെ ക്യാഷ് ബുക്കിന് സമാനമായ ഒരു അക്കൗണ്ടാണ് റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു ട്രേഡിംഗ് കൺസേണിന്റെ, അതായത് സാധാരണ ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന്റെ ക്യാഷ് ബുക്കിന് സമാനമാകുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റെക്കോർഡ് ഏതാണ്? ക്യാഷ് ബുക്കിന് സമാനമാകുന്നത് ഏതാണ്? റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. മൂന്നാമത്തേത് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, അതായത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നാച്ചറിലുള്ള എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നാച്ചർ, അതായത് ലോങ് ടേം പർപ്പസിനുള്ളതും അല്ലെങ്കിൽ റിക്കറിംഗ് നാച്ചറിൽ പെട്ടിട്ടുള്ളതുമായ, റിക്കറിംഗ് നാച്ചർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന തരത്തിലുള്ള ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലോങ് ടേം പർപ്പസിലാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ 2 ഐറ്റംസ് ഉണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ട്, ക്യാപിറ്റൽ പേയ്മെന്റും ഉണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പൈസ, പക്ഷെ അത് ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടായിരിക്കും. ക്യാപിറ്റൽ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലത്തേക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു തുക, ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, അങ്ങനെ ഏതെങ്കിലും. റവന്യൂ റെസിപ്റ്റും ഉണ്ട്, റവന്യൂ പേയ്മെന്റും ഉണ്ട്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിക്കറിംഗ് ആയിട്ട് ഇടവിട്ട് അല്ലെങ്കിൽ പല തവണകളായിട്ട് പല സമയങ്ങളിലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുകയാണ്, റെസിപ്റ്റാണ് ഇത് റവന്യൂ റെസിപ്റ്റ്. റവന്യൂ പേയ്മെന്റ്, ഇപ്പോൾ സാലറി കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേയ്മെന്റ് കൊടുക്കുന്നു, അതൊക്കെ എന്ത് ചെയ്യുന്നത്? വേജസ് കൊടുക്കുന്നു. ഇതൊക്കെ എന്താണ്? സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റവന്യൂ പേയ്മെന്റ്സ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ക്യാപിറ്റൽ ആയാലും ശരി, റവന്യൂ നാച്ചുറൽ ആയാലും ശരി, എല്ലാ ട്രാൻസാക്ഷൻസും ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് എവിടെ രേഖപ്പെടുത്തും? ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും. Then this receipt and payment account it starts with an opening cash balance. ഈ അക്കൗണ്ട് തുടങ്ങുന്നത് ഏത് വെച്ചിട്ടാണ്? ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. അത് ക്യാഷ് ബാലൻസ് ഉണ്ടാവാം, ചില സമയത്ത് ക്യാഷ് ബാലൻസിന്റെ ഒപ്പം തന്നെ ഏതുണ്ടാവാം? ബാങ്ക് ബാലൻസ് ഉണ്ടാവാം. കാരണം ക്യാഷ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ടാവാം, അതോടൊപ്പം തന്നെ എന്തുണ്ടാവാം? ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ബാങ്ക് ബാലൻസും ഉണ്ടായിരിക്കും. അടുത്തത് ends with ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ അതിന് എന്തായിരിക്കും? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കും. അത് ബാങ്ക് ബാലൻസും ഉണ്ടാവാം. ബാങ്ക് ബാലൻസിന്റെ പ്രത്യേകത, ബാങ്ക് ബാലൻസ് ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആവാം, ചിലപ്പോൾ സാധാരണ ഡെപ്പോസിറ്റ് ബാലൻസ് ആവാം, അല്ലെങ്കിൽ എന്തുണ്ടാവാം? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസും കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ക്ലോസിംഗ് ബാലൻസ് ആണ് എന്തായിട്ട് വരുന്നത്? നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഒരു ഓപ്പണിംഗ് ബാലൻസും എന്തുണ്ട്? ക്ലോസിംഗ് ബാലൻസും ഉണ്ട് എന്ന് ചുരുക്കും. Then the next is features of receipt and payment account. റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഒന്ന്, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇതൊരു റിയൽ കാറ്റഗറിയിലുള്ള അക്കൗണ്ടാണ്. 3 അക്കൗണ്ടുകളുടെ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെടുന്നതാണ് റിയൽ അക്കൗണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടാണ് ഏത്? റിയൽ അക്കൗണ്ട് അല്ലെങ്കിൽ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റിയൽ കാറ്റഗറിയിൽപ്പെട്ട അക്കൗണ്ടാണ്. ദെൻ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഒരു ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ് ഏത്? റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. മറ്റൊന്ന്, നോ ഡിസ്റ്റിങ്ഷൻ ആസ് ടു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. റവന്യൂ ഐറ്റം എന്നോ ക്യാപിറ്റൽ ഐറ്റം എന്നോ എന്നുള്ള വ്യത്യാസങ്ങളില്ല. ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും എവിടെ നമ്മൾ എടുക്കും? റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. ക്യാപിറ്റൽ ഐറ്റവും രേഖപ്പെടുത്തും, അതോടൊപ്പം തന്നെ ഇത് രേഖപ്പെടുത്തും, റവന്യൂ ഐറ്റവും രേഖപ്പെടുത്തും. നെക്സ്റ്റ്, റെക്കോർഡിംഗ് ഓഫ് ഓൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. എല്ലാ റെസീപ്റ്റ്സും എല്ലാ പേയ്മെന്റ്സും എവിടെ രേഖപ്പെടുത്തുന്നു? റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നു. അതായത് ഇങ്ങോട്ട് എന്ത് പൈസ കിട്ടിയിട്ടുണ്ടോ അത് മുഴുവൻ രേഖപ്പെടുത്തും, പൈസ എന്ത് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ രേഖപ്പെടുത്തും. നോ അഡ്ജസ്റ്റ്മെന്റ്സ്. നമ്മൾ ഒരു ഫൈനൽ അക്കൗണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ കുറേ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഡിപ്രീസിയേഷൻ, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറേ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊന്നും എവിടെ എടുക്കുന്നില്ല, റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കില്ല. യഥാർത്ഥത്തിൽ ക്യാഷ് എത്ര വന്നിട്ടുണ്ടോ
ക്യാഷിൻ്റെ റെസീപ്റ്റ്സ് എന്തെല്ലാം പേയ്മെൻറ്റ്സ് ഉണ്ടോ അത് മുഴുവൻ എവിടെ രേഖപ്പെടുത്തും? റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. Then the next point is how to prepare a receipt and payment account, or what are the steps involved in the preparation of a receipt and payment account. ഒരു receipt and payment അക്കൗണ്ടിനെ തയ്യാറാക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേത്, it starts with an opening cash balance, that is cash in hand and cash at bank. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എഴുതേണ്ടത്, ഒരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും രണ്ടും ഉണ്ടായിക്കോളണമെന്നില്ല. ഏതാണുള്ളത് വെച്ചാൽ അത് എഴുതാം. ഇവിടെ ക്യാഷ് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് ബാലൻസ് കാണിക്കുക, ബാങ്ക് ബാലൻസ് ആണെങ്കിൽ ബാങ്ക് ബാലൻസ് കാണിക്കുക, രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും കാണിച്ചിരിക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് ബാലൻസും ഉണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്, ബാങ്ക് ബാലൻസും ഉണ്ട്. പിന്നെ അടുത്തത്, ഈ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും ഇവിടെ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാങ്ക് ബാലൻസ് എല്ലായ്പ്പോഴും എന്തായിക്കൊള്ളണമെന്നില്ല, ഡെപ്പോസിറ്റ് ബാലൻസ് ആയിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഡെപ്പോസിറ്റ് ബാലൻസ് അല്ല എങ്കിൽ ഈ ബാങ്ക് എന്ന് പറയുന്നത് പേയ്മെന്റ് സൈഡിലാണ് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടി വരിക. എന്താവുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആയി വരുമ്പോൾ മാത്രം. ഓക്കെ, ഓവർ ഡ്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാനാണ്, ഡെപ്പോസിറ്റ് ബാലൻസ് ആവില്ല. അതുകൊണ്ട് ക്യാഷ് കാണിക്കുന്ന അതേ പിന്നെ റെസീപ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് എന്ത് കാണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ തന്നെ എന്ത് കാണിക്കാൻ കഴിയില്ല, ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് കാണിക്കാൻ കഴിയില്ല. അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ പേയ്മെന്റ് സൈഡിൽ കാണിക്കേണ്ടി വരും, ഓവർ ഡ്രാഫ്റ്റ് കേസിൽ മാത്രം. Then all cash receipts during the year on debit side and all payments on credit side. ഈ വർഷത്തെ എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും ഡെബിറ്റ് സൈഡിലും, ആ ഡെബിറ്റ് സൈഡിൽ നിന്ന് വിളിക്കുന്ന പേരാണ് റെസീപ്റ്റ് സൈഡ് എന്ന്. എല്ലാ പേയ്മെന്റ്സും ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് സൈഡ്. അപ്പോൾ എല്ലാ റെസീപ്റ്റ്സും ഡെബിറ്റ് സൈഡിലും എല്ലാ പേയ്മെന്റ്സും ക്രെഡിറ്റ് സൈഡിലുമാണ് എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. Then only actual cash receipts and payments are recorded in it. യഥാർത്ഥത്തിൽ ക്യാഷായി വന്നതും ക്യാഷിന്റെ പേയ്മെന്റ്സ് മാത്രമേ ഇവിടെ രേഖപ്പെടുത്തുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നോൺ ക്യാഷ് ഐറ്റംസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നിവ എവിടെ രേഖപ്പെടുത്താറില്ല, ഇവിടെ രേഖപ്പെടുത്താറില്ല എന്ന് ചുരുക്കം. ഡിപ്രീസിയേഷൻ ഉണ്ടാവാറില്ല. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് അസറ്റിന്റെ വില കുറയ്ക്കുന്ന ഒന്നാണെങ്കിൽ പോലും നമ്മളുടെ ക്യാഷ് പേയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഉണ്ടാവുന്നില്ല. ആക്ച്വൽ ക്യാഷ് പേയ്മെന്റ് നടക്കാത്തത് കൊണ്ട് അത്തരം കാര്യം എവിടെ കാണിക്കേണ്ടതില്ല, റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, കൊടുക്കാനുള്ള പൈസ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, കിട്ടാനുള്ളത്, അതൊന്നും എവിടെ കാണിക്കേണ്ടതില്ല, റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ക്യാഷ് പോയതും യഥാർത്ഥത്തിൽ ക്യാഷ് വന്നതായിട്ടുള്ള, ക്യാഷ് കിട്ടിയതും ക്യാഷ് കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എവിടെ കാണിച്ചാൽ മതി, റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓൺലി ആക്ച്വൽ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. Then the fourth one is at the end of the accounting period this account is balanced. ഒരു അക്കൗണ്ടിങ് പീരിയഡിന്റെ എൻഡിൽ, ഒരു വർഷാവസാനം ഈ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസിന് ശേഷം റെസീപ്റ്റ്സ് ഒക്കെ റെസീപ്റ്റ് സൈഡിലും അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിലും, പേയ്മെന്റ്സ് ഒക്കെ പേയ്മെന്റ് സൈഡിലും അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് എന്തായിട്ട് വരുന്നത്, അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, ക്യാഷിന്റെ ബാലൻസ് അല്ല, ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അതിന്റെ ബാലൻസ് കടക്കുക എന്നുള്ളത് കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത്.
നെക്സ്റ്റ് ഈസ് ഫോർമാറ്റ് ഓഫ് എ റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് അതേപടി എടുത്ത് കോപ്പി ചെയ്ത ഒരു സാധനമാണിത്. അതേ ഐറ്റംസ് തന്നെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത്. ഓപ്പണിംഗ് ബാലൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പിന്നെ സബ്സ്ക്രിപ്ഷൻ, ജനറൽ ഡൊണേഷൻ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽ, വേസ്റ്റ് പേപ്പർ, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോക്കർ റെൻറ്റ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോ, മിസ്ലേനിയസ് റെസിപ്റ്റ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ലിഗസീസ്, specific donation, sale of investment, sale of fixed asset, life membership fee, entrance fee, receipt on account of specific purpose fund, interest on specific funds, investment, closing balance, bank overdraft ആണെങ്കിൽ ഇവിടെ. Then payment സൈഡിൽ ബാങ്ക് ആദ്യം കാണിച്ചത് ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഓവർഡ്രാഫ്റ്റിൻ്റെതാണ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റിൻ്റെ ആണെങ്കിൽ ബാലൻസ് ഈ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. പിന്നെ ഉള്ള ഐറ്റംസ് വേജസ് ആൻഡ് സാലറി, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സ്, ഇൻഷുറൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് കൊറിയർ, അഡ്വർടൈസ്മെൻറ്റ്, സൺട്രി എക്സ്പെൻസ്, ടെലിഫോൺ ചാർജ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ഓഡിറ്റ് ഫീ, ഓണറേറിയം, റിപ്പയർ ആൻഡ് റിന്യൂവൽസ്, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, കൺവേയൻസ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്, പർച്ചേസ് ഓഫ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ക്ലോസിംഗ് ബാലൻസ്, ബാലൻസ് ക്യാരി ഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ഈ ഐറ്റംസ് കണ്ടിട്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അതിൽ റെസീപ്റ്റ് സൈഡിലുള്ള ഐറ്റംസ് നമുക്ക് അത്ര പരിചയം ഇല്ലാത്ത ഐറ്റംസാണ്. എന്നാൽ പേയ്മെൻറ്റ് സൈഡിലുള്ള ഐറ്റംസ് വേജസ് ആൻഡ് സാലറി, റെൻറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് നേരത്തെ പരിചയമുള്ള പഠിച്ചിട്ടുള്ള ഐറ്റംസുമാണ്. ഇതിലെ ഓരോ ഐറ്റംസും പ്രത്യേകിച്ച് റെസീപ്റ്റ് സൈഡിലെ സബ്സ്ക്രിപ്ഷൻ മുതലുള്ള ഐറ്റംസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ ഒന്ന് കാണിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസിൽ തുടങ്ങി നോക്കൂ, ഒന്നുകൂടെ ഓപ്പണിംഗ് ബാലൻസിൽ തുടങ്ങി അതിന് താഴെ എല്ലാ റെസീപ്റ്റ്സും രേഖപ്പെടുത്തുന്നു. ദെൻ പേയ്മെൻറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സും രേഖപ്പെടുത്തി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു, ക്ലോസിങ് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെയും ക്യാഷ് അറ്റ് ബാങ്കിൻ്റെയും ബാലൻസ് കിട്ടുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റായിട്ട് വരുന്നത്, റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, ഒന്ന് എന്താണ് ഒരു റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്ഷമിക്കണം, എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളത്, മറ്റൊന്ന് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നാണ്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റ്സ്, അക്കൗണ്ടുകൾ ഏതെല്ലാമാണ്, ഒന്ന് റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, മറ്റൊന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മൂന്നാമത്തത് ഒരു ബാലൻസ് ഷീറ്റ്. അതിൽ റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നത് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഈ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് പറയാം.